അത് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയാണ്. ഇവിടം കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ? ഇല്ല സാറ്, കാണാൻ വഴിയില്ല. ഞാൻ പുതിയ ആളാ, ഇന്ന് വന്നതേ ഉള്ളൂ. ആ, ആശ്രമമൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഗുരുജി പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അകത്ത് ചികിത്സ നടക്കുന്നത് കണ്ടത്. അതുകൊണ്ടൊന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓ അത് ശരി. എന്താ പേര്? കബി ഏ കേശവൻ പോറ്റി. കേശവൻ പോറ്റി. അല്ല, ആരകത്ത് ചികിത്സയിൽ? ഭാര്യയാണോ? അതെ. ഭാര്യയ്ക്ക് എന്താ അസുഖം? കുറച്ച് ഓർമ്മയുടെ പ്രശ്നമാണ്. ആ, ഇവിടുത്തെ ചികിത്സ പേര് കേട്ടതാ, ഫലിക്കും. കറക്റ്റ് സ്ഥലത്താ നിങ്ങൾ ചികിത്സയ്ക്ക് വന്നത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. ആശ്രമത്തിൻ്റെ ബാക്കി സ്ഥലങ്ങൾ കൂടി കാണണം. എല്ലാം കണ്ടിരിക്കണമല്ലോ. അതെ, പോകുന്ന വഴിക്ക് ഇനിയും ഇതുപോലെ ചികിത്സ നടക്കുന്ന മുറികളുണ്ടാവും. ജനാലയിലൂടെ എത്തി നോക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ ആരെങ്കിലും കള്ളനാന്ന് കരുതും. ഞാൻ ശ്രദ്ധിച്ചോളാം. ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ സാരി ഒന്ന് എടുത്തേ. ഏതാ? അപ്പുറത്ത്. ഇതാണോ? അത്. ആ, ഇത് നോക്ക് സച്ചി, ഇത് കൊള്ളാല്ലേ? അതെ, ഇത് വേണ്ട. ഇതെന്താ സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലതല്ലേ? വേറെ നോക്കാം. അല്ലെങ്കിലും ഭാര്യമാർക്ക് സാരി സെലക്ട് ചെയ്യാൻ വരുന്ന എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാ. ഒന്നും ഇഷ്ടപ്പെടില്ല. ഭാര്യക്കല്ലേ സാരി? ഭാര്യക്കാണ്, പക്ഷേ വേറൊരാളുടെ ഭാര്യക്കാ. ചേച്ചി നോക്ക്, ഈ സാരി നല്ലതല്ലേ? ഇത് വേണ്ട, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാ വേറെ നോക്കാം. അത് കൊള്ളാം. അതൊന്ന് എടുക്കാവോ? ഇതോ? അത് തന്നെ. അത് ഇത് കൊള്ളാം. ഇതെടുത്തോളൂ. വേറെന്തെങ്കിലും വേണോ സർ? വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. ശരി. എന്ത് ബുദ്ധിമുട്ടാ സച്ചി കടയിൽ വന്ന് സാരി സെലക്ട് ചെയ്യാൻ. ഞങ്ങള് പെണ്ണുങ്ങൾ ഇതിലും ഭേദോ. അർച്ചനയ്ക്ക് എപ്പോഴും ഞാൻ സാരി സെലക്ട് ചെയ്യുന്നായിരുന്നു ഇഷ്ടം. അവള് മനസ്സിൽ വിചാരിക്കുന്ന കളറ് ഞാൻ സെലക്ട് ചെയ്യുന്ന അവള് പറയായിരുന്നു. വാ പോവാം. ആശ്രമമൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് എന്ത് തോന്നി? ആശ്രമത്തിന്റെ ഓരോ മുക്കും മൂലയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട അന്തേവാസികളെല്ലാം പരിചയപ്പെടുകയും ചെയ്തു. കൂടുതലും പാവങ്ങളാണ്. എല്ലാവരെയും പാവങ്ങളായിട്ട് കരുതണ്ട, പ്രത്യേകിച്ച് ആ ശിവയോഗിയെ. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരുപാട് സിദ്ധികളുള്ള ആളാന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. എന്ത് സിദ്ധി മാഡം? ഇതൊക്കെ ഒരുതരം കച്ചവടമല്ലേ? വന്ന കാര്യം ചെയ്തിട്ട് ഇരു ചെവി അറിയാതെ ഞാൻ ഇവിടുന്ന് പോകും. അത് തന്നെയാണ് എന്റെയും രീതി. ഞാൻ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു തീർത്താൽ ഇപ്പൊ പറഞ്ഞുറപ്പിച്ചതിലും വലിയൊരു തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. അത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഞാൻ കേട്ടു മാഡത്തിന്റെ മുംബൈ ബന്ധങ്ങളെക്കുറിച്ച്. അതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ മടക്കി വെച്ച അധ്യായങ്ങളാ. ഇനിയും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യം വരുമ്പോ സഹായത്തിന് നിങ്ങളെപ്പോലുള്ളവരുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും മാഡം വിചാരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ നടത്തിയിരിക്കും. ശരി, നമുക്ക് 3 പേർക്കും ഇനി ഒരേ ഒരു ലക്ഷ്യം,
സച്ചിയും അർച്ചനെ. മനസ്സിലായി മാഡം. ഉം. അല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. മരണമെന്ന വേർപിരിയിലല്ലാതെ ഞാൻ തന്നെ വിട്ടു പോവില്ല. ഐ ലവ് യു അർച്ചന. ഐ ലവ് യു ലോട്ട്. സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്ന നേരത്ത് കാമുകിയെ ചേർത്ത് പിടിച്ചോണ്ട് കാറിക്കറി പോയാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളൊരു അച്ഛനാണോ? നല്ലൊരു ഭർത്താവാണോ? സച്ചി അർച്ചനയും ഇനി ഒന്നിച്ചില്ല.